രണ്ട് ദിവസം സ്കൂളും അംഗനവാടി ഇല്ലാത്തതിൻ്റെ മടി അവരുടെ മുഖത്ത് നല്ല പോലെ ഉണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെയോ ഞാൻ അംഗനവാടിയിലും സ്കൂളിലും പറഞ്ഞയച്ചിട്ട് ഇതാ വീട്ടിലെ ക്ലീനിങ്ങും ഒക്കെ തീർത്തു കേട്ടോ. ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാൻ ഇവിടുത്തെ ഉപ്പ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പത്തിരി നേരത്തെ കലത്തിയും ഒന്ന് കുഴച്ച് പരത്തി വെക്കുന്നുണ്ട്. കൂടെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചെറിയാണ് കേട്ടോ. ചെറിയ പരത്തി തരലും ഞാൻ ചൂടലുമായിരുന്നു. അതുകൊണ്ട് തന്നെ പത്തിരി പണി കഴിഞ്ഞു. പിന്നെ കസ്റ്റാർഡും ഉണ്ടാക്കി ഒന്ന് ബീഫ് വേവിച്ച് വെച്ചു കേട്ടോ. അപ്പോഴേക്കും എനിക്ക് ഗസറ്റഡ് ഓഫീസർ ഉപ്പ് വാങ്ങാൻ വേണ്ടി പോയി. കോളേജിൽ എന്തോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെക്കന്മാരെ നല്ല അടിപൊളി പാട്ടൊക്കെ കേട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അങ്ങനെ കസ്റ്റാർഡ് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ നമ്മൾ ജ്യൂസും റെഡിയാക്കി കേട്ടോ. സ്നാക്സായിട്ട് നമ്മൾ ബ്രെഡ് പൊരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. എല്ലാം ഒന്ന് സിമ്പിളാക്കാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ ബ്രെഡ് പൊരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ ബീഫ് നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതും നമ്മൾ മൺചട്ടിയിലിട്ടിട്ട് അപ്പോഴേക്കും ഇതാ ഉപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉപ്പാനോട് വർത്താനം പറയലും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തീർത്തു കേട്ടോ. പിന്നെ പങ്ക് കൊടുക്കാനായപ്പോഴേക്കും ടേബിൾ മേൽ ഇതാ എല്ലാം ഒന്ന് നമ്മൾ സെറ്റ് ചെയ്തു കേട്ടോ. ഇന്ന് 27 ആയതുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കസ്റ്റാർഡാണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും നമ്മൾ നെയ്യപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇപ്രാവശ്യം നമ്മൾ കസ്റ്റാർഡിൽ ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ റാഹത്തായിട്ട് നമ്മൾ നോമ്പ് തുറന്നാൽ പിന്നെ ഫോളോ ചെയ്തിട്ട് ഫോളോ ചെയ്യാം. ഓക്കെ.